ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിയമത്തിനും മനുഷ്യജീവനും യാതൊരു വിലയില്ല എന്നതിനെ കുറിച്ചാണ്. മനുഷ്യജീവന് വിലയില്ല എന്ന് പറയാൻ കാര്യം, ഇപ്പം ബഹുമാനിയായ MLA അപകടം ഉണ്ടായി, അവരെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ നല്ല ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അവരെ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് അവർ രക്ഷപ്പെട്ട് പഴയ നിലയിലേക്ക് ആകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരങ്ങനെ തന്നെ വരികയും ചെയ്യും, അത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അതിനു ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ പൊതുജനങ്ങൾ ഇനിയെങ്കിലും ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണപ്പെട്ട ആൾക്കാരായിരിക്കും. ദയവ് ചെയ്ത് മനുഷ്യജീവന് ചെറിയൊരു വിലയെങ്കിലും ഇവിടെ കൊടുക്കുക. നിയമം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പുസ്തകത്തിൽ എഴുതപ്പെട്ടു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രാബല്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരു ആരെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, അവരെ ജയിലിൽ പിടിച്ചടച്ചു, 2-3 ദിവസം കഴിയുമ്പോൾ ജാമ്യത്തിൽ വിടുന്ന പതിവാണല്ലോ. അതുകൊണ്ട് തെറ്റുകൾ കൂട്ടി ചെയ്യാൻ ആൾക്കാർക്ക് ഒരു മടി ഇവിടെ ഇല്ല, ആൾക്കാർക്ക് പേടിയില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നോക്കുക, വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തെറ്റ് ചെയ്യാൻ പറ്റുമോ? അവിടെ ജയിലിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ശ്വാസം പോലും കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അത്രമാത്രം അങ്ങനെയാണ് അവർ ശിക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത ആളാന്ന് പറഞ്ഞാലും ശിക്ഷ എന്തുവാ? കുറച്ചാൽ കഴിയുമ്പോൾ അവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നിയമം ഉണ്ട്, പക്ഷെ ഈ നിയമമൊക്കെ ശരിയായ രീതി നടപ്പിലാക്കി വരുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഓരോന്ന് പറ്റിയ ആൾക്കാർ പോലും ഭാവി ജീവിച്ചിരിക്കുമെന്ന് പോലും സംശയമാണ്. അത്രയും കാലം എടുക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് സോൾവ് ചെയ്തെടുക്കാൻ. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന് വേണ്ട തക്കതായ ശിക്ഷ കറക്റ്റ് സമയത്ത് കൊടുത്താലുണ്ടല്ലോ, കുറച്ച് നാളെയെങ്കിലും നമ്മുടെ മനുഷ്യജീവൻ ഒരു വിലയും കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുക, കൊച്ചു പിള്ളേർ വരെ മയക്കുമരുന്നും കഞ്ചാവിനും ഒക്കെ അഡിക്റ്റ് ആവുക. എന്നിട്ട് അവർ പറയും ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെയാന്ന് പറയും. ഇതിന്റെ സോഴ്സ് എവിടുന്നാണ്? ആ സോഴ്സ് കണ്ടെത്താൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് ഇത് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല നമ്മുടെ നാട്ടുകളിലൊന്നും? അപ്പോൾ ആൾക്കാർ പറയും വിദേശ രാജ്യത്തുണ്ടെന്ന് പറയും. നമ്മൾ നോക്കണം നമ്മുടെ നാട് എങ്ങനെ നന്നാകണം. വിദേശ രാജ്യം എന്തെങ്കിലും ആകട്ടെ, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നല്ലൊരു സേഫ്റ്റി കൊണ്ടുവരാൻ പറ്റുക, നല്ലൊരു നിയമം കൊണ്ടുവരാൻ പറ്റുക, നമ്മുടെ നാട് മറ്റുള്ളവർക്ക് എങ്ങനെ മാതൃകയാകണം എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുക. ഇപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇല്ലായ്മയുണ്ട്. ആൾക്കാർ എന്തുകൊണ്ട് എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നത്? എന്തുകൊണ്ട്? ഇവിടെ സേഫ്റ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല, സാലറി ഇല്ല. ദയവ് ചെയ്ത് നമ്മുടെ നാട് നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അധികാരികളും പൊതുജനങ്ങളും സ്വയം മനസ്സിലാക്കി അതിനെതിരെ ആക്ട് ചെയ്താൽ മാത്രമേ നാളെ വരും തലമുറയ്ക്ക് വരെ ഒരു നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ ഇവിടെ പറ്റത്തുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ മനുഷ്യ ജീവന് നല്ലൊരു വില കൽപ്പിക്കുക. നിയമം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആ നിയമം കറക്റ്റായിട്ട് നടപ്പിലാക്കാൻ ദയവ് ചെയ്ത് അധികാരികൾ ശ്രദ്ധിക്കുക. കള്ളത്തരം കാണിക്കുന്നവർക്ക് കറക്റ്റായിട്ട് ശിക്ഷ കൊടുക്കുക. കൊല ചെയ്തവനെ അവനും കറക്റ്റ് ശിക്ഷ കൊടുക്കണം. എങ്കിൽ മാത്രമേ നാളെ വേറൊരാൾ ഇത് ചെയ്യാതിരിക്കത്തുള്ളൂ. നിയമത്തെ പേടിയുണ്ടെങ്കിൽ ആരും നാളെ ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഇവിടെ നിയമമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് തോന്നിവാസം കാണിക്കാം എന്നങ്ങ് കരുതി എല്ലാവരും. ഇപ്പം ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇപ്പം ദിവ്യാമുണ്ണി തന്നെ അമേരിക്കയ്ക്ക് പോയി. ആരെ ഒത്താശ ചെയ്തിട്ടാണ് അവർ പോയത്? എന്തായാലും അവർ ഈ പരിപാടിയിലെ മുഖ്യ ആള് തന്നെ ആയിരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ്? നിയമത്തിന് യാതൊരു വിലയില്ല. ഇവിടെ യാതൊരു തരത്തിലുള്ള എന്തും ഇവിടെ കിടന്ന് കാണിക്കാമെന്ന് അവർക്കറിയാം. അപ്പൊ അവരൊക്കെ ഈ വേറൊരു രാജ്യത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ അവിടെ പേടിക്കും. അവർക്കൊക്കെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല. പക്ഷെ നിഷ്പ്രയാസം കൊണ്ടാണ് ഇവരൊക്കെ ഇന്ന് പറന്നു കയറി അമേരിക്കയ്ക്ക് പോയി. ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് പൊതുജനങ്ങൾ എല്ലാവരും വളരെയധികം ജാഗരൂകതയോടെ മുന്നോട്ട് വരണം. എല്ലാവരും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധം ഉയർത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇവിടെ വീട്ടമ്മമാർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. താങ്ക് യു.